അയ്യോ നിർത്ത് നിർത്ത്, ഇത് എടുക്ക് 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 എടുക്ക്. നിർത്ത് നിർത്ത്, വണ്ടി നിർത്ത് നിർത്ത്. ഇതൊന്ന് എടുക്ക്. എടാ അയ്യോ എടാ, ആ പെണ്ണിനെ പിടിക്ക്. ഇതൊന്ന് എടുക്ക്. എടാ നമ്മുടെ സർക്കസിൽ വന്നില്ലേ ആ പെണ്ണ്, ആ പെണ്ണ് തന്നെ, അവളെ ഞാൻ കണ്ടു. അരവിന്ദേ, എന്നെ കൂടെ എടുത്തോണ്ട് പോ. തല ഇറങ്ങുന്നടാ, തലയും കുത്തിയുള്ള യാത്രയല്ലായിരുന്നു. അത് നീ രാവിലെ കഴിച്ച ആഹാരത്തിന്റെ കുഴപ്പമായിരിക്കും. എന്താ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഒന്നര അടി പോലും ഇല്ല അവന്റെ. അരവിന്ദേ പോകല്ലേ, നിക്ക് അവിടെ നിക്കാൻ. എടാ അരവിന്ദേ നിക്കടാ. ഇതിലൊരു കുറുക്കുവഴിയുണ്ട്. സോറി ചേച്ചി. എടാ അരവിന്ദേ, ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായി. ഇറ്റ്സ് വെരി നൈസ്. ഇങ്ങോട്ട് നോക്കി, എല്ലാ ഫോട്ടോയിലും ഉണ്ട്. ശുഭേ, ഇങ്ങോട്ട് നോക്കുന്ന കണ്ടില്ലേ? നോക്കുന്നതാ. അമ്മേ, തടി കേടാക്കണ്ട. എന്റെ ദൈവമേ, ചായ ഒന്ന് പൊക്കി വെക്കടേ. എന്റെ അമ്മേ, അയ്യോ ക്ഷീണിച്ചിട്ട് വയ്യടാ. ഒരു പെണ്ണെ ഇങ്ങനെ ബൈ പറഞ്ഞ് വിരട്ടി വിട്ടതിന് ശേഷം അവിടെ പുറകെ വീണ്ടും ചുറ്റിക്കിറങ്ങിയാലേ എങ്ങനെ കാല് വേദനിക്കാതിരിക്കും? ഫോൺ അടിക്കുന്ന എടുത്ത് നോക്ക. എന്റെ ഫോണല്ല. നിന്റെ പോക്കറ്റിൽ നിന്നാണല്ലോ ഒച്ച കേൾക്കുന്നത്. എന്റെ പോക്കറ്റിൽ അടിക്കുന്നത്, പക്ഷെ എന്റെ ഫോണല്ല. ചായ കുടിക്കുന്നു ചേട്ടാ, രണ്ട് ചായ. അവളുടെ ഫോണാ. ഇതെപ്പോഴാണ് അടിച്ചു മാറ്റിയത്? അപ്പോ എന്റെ പൊന്നു മോനെ, സൈറ്റ് അടിച്ച പെണ്ണിന്റെ പോക്കറ്റ് അടിച്ച ഒരേ ഒരാൾ നീ തന്നെയാടാ. ഞാനിത് എടുത്തത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാ. ഇങ്ങനെ താഴെ കിടക്കുന്ന ഫോൺ തിരിച്ചു കൊടുക്കുമ്പോ ഒരു താങ്ക്സ് പറയത്തില്ലേ? ശരി ശരി, കൊണ്ടുപോയി കൊടുക്ക, അവിടെ ഉണ്ടാവും. വേണ്ട വേണ്ട, ഇപ്പോഴല്ലേ നീ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്? കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ. നാളെ കൊടുക്കും. എന്താടാ എന്താടാ ഇത്? ഇപ്പൊ കൊടുത്താ ഒരു താങ്ക്സ് മാത്രമേ കിട്ടുള്ളൂ. നാളെ കൊടുത്താ അതിന്റെ കൂടെ ദർശന സുഖം കിട്ടൂലടാ മണ്ട. നമിച്ചു മോനെ. എടുക്കടാ ഫോൺ, ഫോൺ എടുക്കടാ. എന്താടാ ഇത്? ഉടനെ എടുത്താ നമ്മള് ചൊറിയും കുത്തി ഇരിക്കാന്ന് വിചാരിക്കില്ലേ? ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ആവില്ലേ? ഇറ്റ്സ് റിംഗിങ്. ഇത് എടുക്കോ ഇല്ലെന്ന് അവളിപ്പോ ടെൻഷൻ അടിച്ചിരിക്കുവായിരിക്കും. എടാ റേഞ്ച് പോയതായിരിക്കും. ഹലോ ഹലോ, എന്റെ പേര് ശുഭ. യാ, നിങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ എന്റേതാണ്. ഞാനത് എവിടെയോ വെച്ച് മിസ് ചെയ്തു. അയ്യോ, അതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഡോണ്ട് വറി, എന്റെ കയ്യിലല്ലേ ഉള്ളത്. നിങ്ങൾ എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വന്ന് വാങ്ങിച്ചോളാം. അല്ല, എവിടെയാന്ന് പറഞ്ഞാ മതി, ഞാൻ കൊണ്ടുവന്ന് തരാലോ. ടുമോറോ മോർണിംഗ് 10 o'clock. മോർണിംഗ് 10 o'clock, Empire Skywalk. ഓക്കേ. താങ്ക് യു സോ മച്ച്, സോ കൈൻഡ് ഓഫ് യു. അതൊന്നും വേണ്ട, എന്റെ കൈ കിട്ടിയോണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. വേറെ ആരുടെയും കൈ കിട്ടിയാ തിരിച്ചു കിട്ടുമോ? ഫോൺ സൂക്ഷിച്ച് വെക്കാൻ വയ്യേ? അല്ല സർ, ഞാൻ എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ടാ ഉള്ളത്. അവിടെ ഏതോ ഒരു സർക്കസുകാരനുണ്ടായിരുന്നു, അവൻ എന്നെ പുറകെ നിന്ന് ചുറ്റുന്നത് ഞാൻ കണ്ടതാ. ഫോൺ അയാളാണോ എടുത്തത് അതോ എന്റെ കയ്യിൽ നിന്നാണോ പോയത്
അതൊന്നും അറിയില്ല, കൺഫ്യൂസ് ആയിപ്പോയി. ശരി, അപ്പൊ നാളെ നമുക്ക് നേരിട്ട് കാണുമ്പോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കേട്ടോ. ഞാൻ എന്റെ നമ്പർ തരാം. എന്റെ പേര് സേവ് ചെയ്ത് വെച്ചോളൂ. ഐ എം മിസ്റ്റർ അരവിന്ദ്. ഓക്കെ മിസ്റ്റർ അരവിന്ദ്, ഇതെന്റെ ഫ്രണ്ടിന്റെ നമ്പറാ. ഇതിന് തന്നെ ഞാൻ ഫോൺ ചെയ്യാം. നാളെ തന്നെ എനിക്ക് ഓക്കെ തരണേ. കലക്ക് മോനെ, പ്ലാൻ ചെയ്ത പോലെ ഈ ഫോണ് നിന്റെ പ്രേമ ചേർത്ത് വെക്കാൻ പോകുന്നു. എടാ, അയ്യോ, ഇത് എങ്ങനെയാ? എടാ, കാച്ചിങ് പ്രാക്ടീസ് ചെയ്താ. ഹലോ. ഹലോ, ഞാൻ ശുഭയാ. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. എന്റെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ, കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഒരു മിക്കി മൗസിനെ കാണുന്നില്ലേ? കണ്ടോ? ആ, കണ്ടല്ലോ. അതിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ പറയണം. എന്തിന്? ഫോൺ വേണേ പറഞ്ഞാ മതി. ഓക്കെ. എസ്. എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. ഹലോ, ഇത് പകുതിയല്ലോ. ആ, ഇപ്പോ ഫസ്റ്റ് ഫ്ലോറില് ഫ്ലവർ ഷോപ്പ് കാണുന്നുണ്ടോ? കണ്ടല്ലോ. ആ, അവിടെ പോയിട്ട് നിങ്ങളുടെ സെക്കൻഡ് ലെറ്റർ പറയണം. എക്സ്ക്യൂസ് മീ. Yes? എന്റെ സെക്കൻഡ് ലെറ്റർ യു. Oh, this is for you. And this too. ഓ, അതിന്റെ ഓപ്പോസിറ്റ് KFC കാണുന്നില്ലേ? ആ കണ്ടു. അതിന്റെ ലാസ്റ്റ് ടേബിളില് ഒരു ഗ്രേ ടീഷർട്ടുകാരൻ ഫോണിൽ സംസാരിക്കുന്നുണ്ടോ? കണ്ടല്ലോ. അയാൾ ആരോടാ സംസാരിക്കുന്നറിയോ? എനിക്ക് എങ്ങനെ അറിയാനാ? നിങ്ങളോട് തന്നെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളല്ല എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ എങ്ങനെ? ഹായ്. ബാലൻസ്. സോറി, ഫോണിൽ നിങ്ങളാന്നറിയാതെ ഞാനിങ്ങനെ. ചേച്ചേ, അതൊന്നും കുഴപ്പമില്ല. ഇരിക്കൂ പ്ലീസ്. നൈസ് അഡ്രസ്. ഇതിലുള്ള 3 ഫോട്ടോസിൽ നിങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച്. ചേച്ചേ, അതിനെന്താ, നമ്മളെപ്പോഴും കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. സോ എനിവേ, ഐ ആം ശുഭ ശ്രീനിവാസൻ. അരവിന്ദ്. കണ്ടില്ലേ, ഫോൺ ഓൺ ചെയ്തപ്പോ തന്നെ ആരോ വിളിക്കുക. ഹലോ. ആ, ഫോൺ കിട്ടി. ആ, ലിസൺ, ഞാനൊരു ഫ്രണ്ടുമായിട്ട് പുറത്താളത്. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞ് വിളിക്കാം. അതെല്ലോ. ഇന്ന് വെനസ്ഡേ ആണോ? ഓ, വാട്ട് ടൈം? ഓ, ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. അരവിന്ദ്, അല്ല നിന്നോടല്ല. ഐ ഹാവ് ടു ഗോ നൗ. ഐ ആം സോ സോറി. ഇറ്റ്സ് റിയലി അർജന്റ്. ഐ കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ഇറ്റ്. ബട്ട് താങ്ക് യു. ആ, പറയ്. ആ, ഐ ആം സോ സോറി. ഇത് എന്റെ മിസ്റ്റേക്കാ. ആ, ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഹലോ. ഹലോ, ഞാൻ ശുഭയാ സംസാരിക്കുന്നത്. ആ, എന്തൊക്കെയുണ്ട്? എന്താ ഇത്? ആനയുടെ മുകളിൽ അടിപൊളിയായിട്ടാണല്ലോ പോകുന്നത്. ഇപ്പൊ എവിടെയാ നിക്കുന്നേ? എന്നെ എങ്ങനെ കണ്ടു? നിങ്ങളുടെ അടുത്തൊരു ബ്രിഡ്ജ് ഉള്ളത് കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട്. അവിടെ നിന്ന് ദൂരെ നോക്കിയ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, കാണുന്നുണ്ടോ? ആ, ബസ് സ്റ്റോപ്പ്. ആ, അതും കണ്ടു. അവിടെ ഒരു പെണ്ണ് ബ്ലാക്ക് ഡ്രസ്, റെഡ് ദുപ്പട്ടയിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക, കാണാൻ പറ്റുന്നുണ്ടോ? ആ, ശരിയാണല്ലോ, കാണാം. അവള് ഫോണിൽ ആരോടെ സംസാരിക്കുന്നേന്ന് അറിയാമോ? എന്നോടല്ലേ? ആ, അതേ നിക്കുന്നു. ആ, ഹായ്. സുഖമാണോ? സുഖം തന്നെ. സോറി, അന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ആ, അതൊന്നും സാരമില്ല, ഇന്ന് സംസാരിക്കാലോ. എവിടേക്ക് പോവാ? ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവായിരുന്നു. ആ, വാതെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ, ആനപ്പുറത്തോ? അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. ആനയെ ഇഷ്ടമാണോ അല്ലയോ? ആ, ഇഷ്ടാ, ചെറുപ്പം മുതലേ ഇഷ്ടാ. പിന്നെന്താ, വാ ഇങ്ങോട്ട് കേറിക്കോ. എല്ലാവരും നോക്കുന്ന എനിക്ക് എന്തോ പോലെയുണ്ട്. പേടിക്കണ്ടെന്ന്, ഞാനില്ലേ, ഇങ്ങോട്ട് കേറ്. ആ, കാലെടുത്ത് വെച്ചോ. ആ, അങ്ങനെ അങ്ങനെ പതുക്കെ ചവിട്ടി. ആ, മേലെ കയറാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. ആ, കുത്തിക്കൊള്ളുന്നു എന്നും പറഞ്ഞ ആനയുടെ പുറത്ത് നമുക്ക് ടൈൽസ് ഇടാൻ പറ്റുമോ?
ആനയുടെ രോമം അത്. ഓക്കെ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അത് ലക്ഷ്മിക്ക് നല്ല സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ. അവരെന്താ പുറകെ വന്നോണ്ടിരിക്കുവാണോ? ലക്ഷ്മി എന്ന് പറഞ്ഞ ഈ ആനയാ. ആനയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അയ്യോ, നമ്മൾ പേഷ്യന്റിന്റെ പുറത്തിരുന്നാണോ പോകുന്നത്? അതുകൊണ്ട് നമുക്ക് ആനയെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ.